നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകം ഒരുമിച്ച് പുതുവത്സരം ആഘോഷിക്കുന്ന ദിവസമാണല്ലോ ഇന്ന്. 2025 എന്ന ഈ നൂതന വർഷത്തിലേക്ക് പ്രവേശിക്കുന്നത് വൈദിക സാഹിത്യത്തിന്റെ ഹൃദയമായി പണ്ഡിതരാൽ കണക്കാക്കപ്പെടുന്നതും ശ്രീ വ്യാസമഹർഷിയാൽ വിരചിതവുമായ മഹാഭാരതത്തിലെ ഒരു ഭാഗമായ ശ്രീമദ് ഭഗവത്ഗീത പഠനത്തിലൂടെയായാലോ. ഭഗവത്ഗീത എന്നാൽ ഭഗവാനാൽ ഗാനം ചെയ്യപ്പെട്ടത് എന്നാണ് അർത്ഥം. ഭഗവാനാൽ ഗാനം ചെയ്യപ്പെട്ടത് എന്താണ്? ജ്ഞാനമാണ്, അതായത് അറിവാണ്. ഈ അറിവ് പാർത്ഥസാരഥിയായ ഭഗവാൻ നാരായണൻ തന്നെ അർജുനന് നേരിട്ട് ഉപദേശിച്ചതും ശ്രീ വേദവ്യാസ മഹർഷിയാൽ രചിക്കപ്പെട്ട മഹാഭാരതം എന്ന ഇതിഹാസ ഗ്രന്ഥത്തിലെ അദ്വൈതാമൃത വർഷിണിയുമാണ്. ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ പുത്രന്മാരായ കൗരവന്മാരും പാണ്ഡുപുത്രന്മാരായ യുധിഷ്ഠിരാദി പാണ്ഡവന്മാരും കൂടി കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് തുടർച്ചയായി 18 ദിവസം നീണ്ടുനിന്ന ഘോരമായ യുദ്ധമാണ് മഹാഭാരത യുദ്ധം എന്ന് പറയുന്നത്. ഈ കുരുക്ഷേത്ര യുദ്ധഭൂമിയാണ് ശ്രീമദ് ഭഗവത്ഗീതയുടെ ജന്മഗേഹം. സ്വജനങ്ങളോടുള്ള സ്നേഹത്താൽ പരവശനായി യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് അമ്പും വില്ലും ഉപേക്ഷിച്ച് തേർത്തട്ടിൽ വിഷണ്ണനായിരിക്കുന്ന അർജുനനെ ഉണർത്തി ധർമ്മബോധിയും കർമ്മനിരതനുമാക്കി തീർക്കാനാണ് ഗീതാജ്ഞാനം ഉപദേശിച്ചത്. യുദ്ധഭൂമിയിൽ തളർന്നിരുന്ന അർജുനന് ആവശ്യമുള്ള കാര്യങ്ങളായിരിക്കുമല്ലോ ഭഗവാൻ ഉപദേശിച്ചത്. ആ ജ്ഞാനം കൊണ്ട് സാധാരണ ജനങ്ങൾക്ക് എന്താണ് പ്രയോജനം എന്നൊരു സംശയം നമുക്കുണ്ടാകാം. 2 മഹാശക്തികളുടെ യുദ്ധഭൂമി തന്നെയാണ് മനുഷ്യ മനസ്സും. ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യാദികൾ ഒരു ഭാഗത്തും സത്യം, അഹിംസ, ബ്രഹ്മചര്യം ഇത്യാദികൾ മറുവശത്തും. ഇതിൽ രാഗവും വൈരാഗ്യവും തമ്മിലും സ്നേഹവും ദ്വേഷവും തമ്മിലും സത്യവും അസത്യവും തമ്മിലും എപ്പോഴും യുദ്ധം തന്നെയാണ്. ഒരേ ചിത്തത്തിൽ അല്ലെങ്കിൽ മനസ്സിൽ തന്നെയാണ് ഈ സംഘട്ടനം നടക്കുന്നത്. ഈ ധർമ്മവും അധർമ്മവും സത്യവും അസത്യവും പാപവും പുണ്യവും എല്ലാ ചിന്തകളും ഒരേ മനസ്സിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് തന്നെയാണ് കുരുക്ഷേത്ര ഭൂമി. ഈ പരസ്പര വിരുദ്ധങ്ങളായ ചിന്തകളാണ് കൗരവരും പാണ്ഡവരും. ഇവിടെ ഇതികർത്തവ്യതാമൂഢനായി നിൽക്കുന്ന അർജുനനാണ് നമ്മുടെ ജീവന്റെ സ്വഭാവം. അന്ധമായ അവിവേകം തന്നെയാണ് ധൃതരാഷ്ട്രൻ. ആ ധൃതരാഷ്ട്രനിൽ നിന്നാണ് കൗരവർ ഉണ്ടായത്. അവിവേകത്തിൽ നിന്നാണ് രാഗക്രോധാദികളായ വൃത്തികൾ ഉണ്ടാകുന്നത്. അഹിംസാസത്യാദി ധർമ്മങ്ങൾ ഉണ്ടാകുന്നത് വിവേകത്തിൽ നിന്നാണ്. വിവേകം തന്നെയാണ് പാണ്ഡു പുത്രന്മാരാണല്ലോ പാണ്ഡവർ. ഈ പാണ്ഡവരും കൗരവരും ഒരേ കുടുംബത്തിലെ അംഗങ്ങളാണ്. ഒരിക്കലും യോജിക്കാൻ വയ്യാത്ത വൈരുദ്ധ്യത്തോടു കൂടിയ കുറേ പേർ ഒന്നിച്ചു താമസിക്കേണ്ടി വന്നാൽ അവിടെ എപ്പോഴും പല വിധത്തിലുള്ള വഴക്കുകൾ ഉണ്ടായിരിക്കും. അതുപോലെ നമ്മുടെ മനസ്സ് തന്നെയാണ് ധർമ്മക്ഷേത്രവും കുരുക്ഷേത്രവും. ഇവിടെ ധർമ്മക്ഷേത്രം എന്ന് പറഞ്ഞാൽ സത്യം, അഹിംസ തുടങ്ങിയ സത്വഗുണവും, കുരുക്ഷേത്രം എന്ന് പറഞ്ഞാൽ രാഗം, കാമം, ദ്വേഷം, ക്രോധം തുടങ്ങിയ രജസ്തമോ ധർമ്മങ്ങളും ആകുന്നു. ഇവ തമ്മിൽ മനസ്സിൽ അനുനിമിഷം നടന്നുകൊണ്ടിരിക്കുന്ന സംഘട്ടനമാകുന്നു ഭാരതയുദ്ധവും. അപ്പോൾ എല്ലാ കാലത്തും എല്ലാ മനുഷ്യരിലും മനസ്സിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെയല്ലേ ഭാരതയുദ്ധം. അപ്പോൾ ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ ജീവനും യുദ്ധമധ്യത്തിൽ നിൽക്കുന്ന ഇതികർത്തവ്യതാമൂഢനായ അർജുനനാണെങ്കിൽ ഗീതാജ്ഞാനം എല്ലാവർക്കും ആവശ്യമുള്ളത് തന്നെയല്ലേ. അർജുനൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവനാണ് എന്ന് പറഞ്ഞുവല്ലോ. ഈ ജീവന് ജീവിതയാത്രയിൽ സഞ്ചരിക്കാനുള്ള രഥമാണ് ഈ ശരീരം. ഈ ലോകത്തിലുള്ള അനുഭവപ്രാപ്തിക്കുള്ള ഉപകരണവും ഈ ശരീരം തന്നെയാണ്. കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, ത്വക്ക് എന്നീ 5 ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളാണ് ഈ ശരീരമാകുന്ന രഥത്തെ വലിക്കുന്നത്. ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന കടിഞ്ഞാണാണ് നമ്മുടെ മനസ്സ്. ആ കടിഞ്ഞാണാകുന്ന മനസ്സിനെ നിയന്ത്രിക്കുന്ന തേരാളിയാണ് നമ്മുടെ ബുദ്ധിയാകുന്ന തേരാളിയാകട്ടെ
അന്ധനെ പോലെയാണ്. മുന്നിലുള്ള കുഴികളും കുന്നുകളും ഒന്നും കാണാതെയാണ് തേരാളി രഥം ഓടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശരീരമാകുന്ന യാത്രക്കാരന് പലപ്പോഴും പല വിഷമങ്ങളും നേരിടേണ്ടി വരുന്നു. അന്ധനായ തേരാളി ഓടിക്കുന്ന രഥമായതുകൊണ്ട് തന്നെ യാത്രക്കാരൻ ഒരിക്കലും ലക്ഷ്യസ്ഥാനം പ്രാപിക്കുകയുമില്ല. അപ്പോൾ യാത്രക്കാരനായ ആ ജീവന് അല്ലെങ്കിൽ ആത്മാവിന് വേറൊരു രഥം അന്വേഷിക്കേണ്ടി വരുന്നു. അതായത് വേറെ ശരീരം അന്വേഷിക്കേണ്ടി വരുന്നു. അതാണ് പിന്നീട് പ്രാപിക്കുന്ന മറ്റൊരു ശരീരം. ഇങ്ങനെ ഈ ജീവനാകുന്ന യാത്രക്കാരന് എത്രയോ ശരീരമാകുന്ന രഥങ്ങളിൽ മാറി മാറി സഞ്ചരിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് ഈ രഥം സുരക്ഷിതമായി അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരണമെങ്കിൽ അത് കണ്ണു കാണുന്ന ഒരാൾ തന്നെ ഓടിക്കണം. അതാകട്ടെ ഈശ്വരൻ മാത്രമാണ്. അപ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? രഥമാകുന്ന ശരീരത്തെ വലിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങളാകുന്ന ആ കുതിരകളെ നിയന്ത്രിക്കുന്ന കടിഞ്ഞാണാകുന്ന മനസ്സിനെ ഈശ്വരന്റെ കയ്യിൽ സമർപ്പിക്കണം. അതായത് ഭഗവത് ചിന്തനം മാത്രമാവണം എല്ലാ സമയത്തുമുള്ള മനസ്സിന്റെ വ്യാപാരം. അങ്ങനെ മനസ്സാകുന്ന കടിഞ്ഞാൻ ഭഗവാന് സമർപ്പിച്ചാൽ ഈ ശരീരത്തിൻ്റെയും ജീവിതത്തിൻ്റെയും മുഴുവൻ ഉത്തരവാദിത്വവും ഭഗവാൻ തന്നെ ഏറ്റെടുത്തുകൊള്ളും. ഇങ്ങനെ ഈശ്വരനെ മുൻനിർത്തി ജീവിച്ചാൽ ജീവനും ഈശ്വരനും രണ്ടല്ല എന്നും ഒന്നാണ് എന്നുമുള്ള തോന്നൽ നമുക്ക് വന്നു ചേരും. ഇങ്ങനെ ജീവനും ഈശ്വരനും ഒന്നാണ് എന്ന് ബോധിക്കുമ്പോൾ എല്ലാ ദുഃഖങ്ങളും നീങ്ങി സുഖം അനുഭവിക്കുകയും ചെയ്യാം. കുരുക്ഷേത്ര ഭൂമിയിൽ അർജുനനൊഴിച്ച് മറ്റാർക്കും ഭഗവാൻ നൽകിയ ഗീതോപദേശം ശ്രവിക്കാൻ സാധിച്ചിട്ടില്ല. വ്യാസമഹർഷിക്ക് സാധിച്ചിട്ടുണ്ട്. വ്യാസഭഗവാന്റെ അനുഗ്രഹത്താൽ സഞ്ജയനും അത് സാധിച്ചു. പിന്നീട് സഞ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജാവിന് ഉപദേശിക്കുന്ന രൂപത്തിലാണ് നമുക്ക് ഇന്ന് ഗീത ലഭിക്കുന്നത്. വ്യാസഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് എല്ലാവരും ഗീതാശ്രവണം ചെയ്യുന്നതും. ശ്രീമദ് ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യമെഴുതിയ ജഗദ്ഗുരു ശങ്കരാചാര്യ സ്വാമികൾ ഇതം ഗീതാശാസ്ത്രം സമസ്ത വേദാർത്ഥ സാര സംഗ്രഹഭൂതം ദുർവിജ്ഞേയാർത്ഥം എന്ന തൻ്റെ ഭാഷ്യത്തിൽ പറയുന്നുണ്ട്. അതായത് വേദങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള എല്ലാ വിഷയങ്ങളുടെയും സാരസംഗ്രഹമായിരിക്കുന്ന ഈ ഗീതാശാസ്ത്രത്തിൻ്റെ അർത്ഥം ദുർവിജ്ഞേയമാണ് എന്ന്. അങ്ങനെയുള്ള ഈ ഭഗവത്ഗീതയുടെ അർത്ഥം പറയാനുള്ള അർഹത എനിക്ക് എത്രത്തോളം ഉണ്ട് എന്നറിയില്ല. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും പിഴവുകൾ വരുന്നുണ്ടെങ്കിൽ അത് അറിവുള്ളവർ തിരുത്തി തരണമെന്ന് അപേക്ഷിക്കുന്നു. ഇന്ന് നമുക്ക് ശ്രീമദ് ഭഗവത്ഗീതയുടെ ധ്യാന ശ്ലോകങ്ങൾ ചൊല്ലി ആരംഭിക്കാം. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീമഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. ഇവിടെ പറയുന്നത് ഭഗവാൻ നാരായണൻ സ്വയം അർജുനനോട് ഉപദേശിച്ചതും പുരാണ മുനിയായ വേദവ്യാസൻ മഹാഭാരതം എന്ന ഇതിഹാസ ഗ്രന്ഥത്തിൻ്റെ മധ്യത്തിൽ കോർത്തതും അദ്വൈതമാകുന്ന അമൃതത്തെ വർഷിക്കുന്നതും 18 അധ്യായങ്ങളോട് കൂടിയതും സംസാര ദുഃഖനാശിനിയും ഭഗവതിയുമായ അല്ലയോ ഭഗവത്ഗീതയാകുന്ന അമ്മേ, അവിടുത്തെ ഞാൻ സദാ ധ്യാനിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അടുത്ത ശ്ലോകം. നമോസ്തുതേ വ്യാസ വിശാലബുദ്ധേ ഫുല്ലാരവിന്ദായത പത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണ പ്രജ്വാലിതോ ജ്ഞാനമയ
പ്രദീപ. ഇവിടെ മഹാഭാരതമാകുന്ന എണ്ണ നിറച്ച് ജ്ഞാനമയമായ ദീപം ജ്വലിപ്പിച്ച് ലോകത്തിന് വെളിച്ചം പകർന്നവനും, വിടർന്ന താമരപ്പൂവിൻ്റെ നീണ്ട ഇതൾ പോലെ സുന്ദരങ്ങളായ കണ്ണുകളോട് കൂടിയവനും വിശാല ബുദ്ധിയുമായ അല്ലയോ വ്യാസഭഗവൻ, അങ്ങേക്ക് നമസ്കാരം. ഇനി അടുത്ത ശ്ലോകം. പ്രപന്ന പാരിജാതായ തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. ഇതിനർത്ഥം ശരണാർത്ഥികൾക്ക് കൽപ്പവൃക്ഷം പോലുള്ളവനും, അതായത് ശരണാഗതരുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുന്നവനും, ചമ്മട്ടിയും കോലും കയ്യിലേന്തിയവനും, ജ്ഞാനമുദ്ര ധരിച്ചവനും, ഗീതാമൃതം കറന്നെടുത്തവനുമായ ശ്രീകൃഷ്ണന് എൻ്റെ നമസ്കാരം എന്നാണ്. ഇനി അടുത്ത ശ്ലോകം. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദന പാർത്ഥോ വത്സ സുധീർഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. എല്ലാ ഉപനിഷത്തുക്കളും പശുക്കൾ, കറക്കുന്നവൻ ശ്രീകൃഷ്ണൻ, പശുക്കിടാവ് അർജുനൻ, അത് ഭുജിക്കുന്നവൻ വിദ്വാൻമാർ, പാല് മഹത്തായ ഗീതാമൃതവും. ഇനി അടുത്ത ശ്ലോകം. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. വസുദേവ പുത്രനായി ജനിച്ച ദേവനും കംസ ചാണൂരന്മാരെ വധിച്ചവനും ദേവകിക്ക് പരമാനന്ദം നൽകുന്നവനും ജഗദ്ഗുരുവുമായ ഭഗവാൻ ശ്രീകൃഷ്ണനെ ഞാൻ വന്ദിക്കുന്നു. അടുത്ത ശ്ലോകം. ഭീഷ്മദ്രോണതടാ ജയദ്രഥജലാ ഗാന്ധാരനീലോപലാ ശല്യഗ്രാഹവതീ കൃപേണ വഹനീ കർണേന വേലാകുലാ അശ്വത്ഥാമവികർണഘോരമകരാ ദുര്യോധനാവർത്തിനി സോത്തീർണാ ഖലു പാണ്ഡവൈരണനദീ കൈവർത്തക കേശവ. ഭീഷ്മരും ദ്രോണരുമാകുന്ന ഇരു തീരങ്ങൾ, ജയദ്രഥനാകുന്ന ജലം, ഗാന്ധാരൻ എന്ന അതായത് ശകുനി എന്ന കറുത്ത പാറ, ശല്യർ എന്ന മുതല, കൃപർ എന്ന പ്രവാഹശക്തി അല്ലെങ്കിൽ ഒഴുക്ക്, കർണനാകുന്ന വേലിയേറ്റം, അശ്വത്ഥാമാവ്, വികർണൻ എന്നീ രണ്ട് ഭയങ്കരങ്ങളായ സ്രാവുകൾ, ദുര്യോധനാകുന്ന ചുഴി, ഇതൊക്കെ ചേർന്ന ആ പടക്കളമാകുന്ന യുദ്ധപ്പുഴ പാണ്ഡവർ നീന്തിക്കടന്നത് കടത്തുകാരൻ കേശവനായതുകൊണ്ട് മാത്രമാണ്. ഇനി അടുത്ത ശ്ലോകം. പാരാശര്യവച സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാസംബോധനാബോധിതം ലോകേ സജ്ജന ഷട്പദൈരഹരഃ പേപീയമാനം മുദാ ഭൂയാദ് ഭാരത പങ്കജം കലിമലപ്രധ്വംസി നഃ ശ്രേയസേ. പരാശര മഹർഷിയുടെ പുത്രനായ വ്യാസന്റെ വാക്കുകളാകുന്ന നിർമ്മലമായ സരസ്സിലുണ്ടായതും ഗീതാർത്ഥമാകുന്ന സൗരഭ്യം പരത്തുന്നതും പലവിധത്തിലുള്ള ഉപകഥകളാകുന്ന അല്ലികളോടു കൂടിയതും ഭഗവത് കഥകളെ വേണ്ട വിധം ബോധിപ്പിക്കുന്നതിനാൽ വിടർന്നു നിൽക്കുന്നതും ഈ ലോകത്തിലെ സജ്ജനങ്ങളാകുന്ന വണ്ടുകളാൽ എപ്പോഴും സന്തോഷത്തോടെ ആസ്വദിക്കപ്പെടുന്നതും കലിദോഷഹാരിയും നിർമ്മലവുമായ മഹാഭാരതമാകുന്ന ആ താമരപ്പൂ നമുക്ക് ശ്രേയസ്സിനെ നൽകട്ടെ. ഇനി അടുത്ത ശ്ലോകം.
മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. മൂകൻ വാഗ്മിയാകുന്നതും മുടന്തൻ മല കയറുന്നതും ആരുടെ കൃപയാലാണോ ആ പരമാനന്ദ സ്വരൂപിയായ മാധവനെ ഞാൻ വന്ദിക്കുന്നു. ഇനി അടുത്ത ശ്ലോകം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈർഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. ഏതൊരു ദേവനെയാണോ ബ്രഹ്മാവ്, വരുണൻ, ഇന്ദ്രൻ, രുദ്രൻ, മരുത്തുക്കൾ തുടങ്ങിയവർ ദിവ്യങ്ങളായ സ്തോത്രങ്ങൾ കൊണ്ട് സ്തുതിക്കുന്നത്, സാമഗായകർ വേദാംഗങ്ങൾ, പദക്രമങ്ങൾ, ഉപനിഷത്തുക്കൾ എന്നിവ ചേർന്ന വേദങ്ങൾ കൊണ്ട് ഏതൊരു ദേവനെയാണോ പാടി പ്രസാദിപ്പിക്കുന്നത്, യോഗികൾ ധ്യാനനിഷ്ഠരായിട്ട് ആ ലക്ഷ്യത്തിൽ തന്നെ ഏകാഗ്രതയോടെ ഉറപ്പിച്ച മനസ്സുകൊണ്ട് ആരെയാണോ കാണുന്നത്, ദേവാസുരന്മാർ ആരുടെ പൂർണ്ണരൂപമാണോ അറിയാതെ ഇരിക്കുന്നത്, അപ്രകാരമെല്ലാം ഇരിക്കുന്ന ആ ദേവനെ ഞാൻ നമസ്കരിക്കുന്നു. ഈ 9 ധ്യാന ശ്ലോകങ്ങൾ ചൊല്ലിയിട്ടാണ് ഭഗവത്ഗീത ചൊല്ലാൻ ആരംഭിക്കാറ്. നാളെ നമുക്ക് 1-ാമത്തെ അധ്യായം മുതൽ വായിച്ചു തുടങ്ങാം. എല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ